Hi, Thesnim Azeez. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന റെസിപ്പി ഒരു പിൻവീൽ ബിസ്ക്കറ്റ്സ് നമ്മൾ ചെയ്യാറില്ലേ. ബിസ്ക്കറ്റിൻ്റെ ഡോ ഉണ്ടാക്കിയിട്ട് അതിൽ എന്താ പറയുക ചോക്ലേറ്റൊക്കെ സ്പ്രെഡ് ചെയ്തിട്ട് റോൾ ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് ബേക്ക് ചെയ്തെടുക്കാറുണ്ട്. അതേപോലെ ഇന്ന് ഫ്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് ചെയ്യുന്നത്. അതിൽ ഞാൻ സ്റ്റഫ് ചെയ്യുന്നത് ചിക്കൻ ഒരു നോൺ വെജ് ഫില്ലിംഗ് ആണ് കൊടുക്കുന്നത്. അങ്ങനെ കൊടുക്കാം, അല്ലെങ്കിൽ വെജ് വെച്ചിട്ട് വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്നത് നോൺ വെജ് വെച്ചിട്ടാണ്. ഇത് നമുക്ക് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കാം, നമുക്ക് ആവശ്യമുള്ള സമയത്ത് എടുത്ത് ഫ്രൈ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഉണ്ടാക്കി അപ്പോൾ തന്നെ ഫ്രൈ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. എന്തായാലും നല്ല ഭംഗിയുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു സ്നാക്കാണ്. നമുക്ക് എന്താ പറയുക, ഇപ്പോൾ സെയിലൊക്കെ ചെയ്യുന്ന കുട്ടികളുണ്ടാകും, അവർക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ ഇപ്പോൾ നോമ്പ് ഇഫ്താർ നോമ്പുകാർക്കൊക്കെ നമ്മൾ ഒരുപാട് പല ഡിഷുകൾ ഉണ്ടാക്കാറുണ്ട്, വെറൈറ്റി സ്നാക്സ് ഉണ്ടാക്കാറുണ്ട്. അതേപോലെ ചെയ്യാം. അതല്ലെങ്കിൽ ഈവനിങ് സ്നാക്കായിട്ട് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ എന്തായാലും നല്ലൊരു സ്നാക്കാണ്. നമുക്ക് എങ്ങനെയാണ് റെസിപ്പി നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇത് ഒരുപാട് സപ്പോർട്ട് ആവശ്യമാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ഉണ്ടായിരിക്കും. ഒരു ബൗളിലേക്ക് 3/4 കപ്പ് മൈദ, ആവശ്യത്തിന് ഉപ്പ്, ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഓയിലോ നെയ്യോ, ഓയിൽ ചേർത്താലും മതി, ഞാൻ നെയ്യാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഒരു ഫ്ലേവറിന് കുറച്ച് മല്ലിയില ചെറുതാക്കി മുറിച്ചു, ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുക. നല്ല നല്ല മയത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് സമയം മൂടി വയ്ക്കാം. അപ്പോഴേക്കും നമുക്ക് മസാല ഉണ്ടാക്കാൻ ചെയ്യാം. നമുക്കിതിൻ്റെ സ്റ്റഫ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ഒഴിക്കാം കേട്ടോ. ഞാൻ പിന്നെ വെളിച്ചെണ്ണയാണ് അധികം യൂസ് ചെയ്യാറുള്ളത്. 2 സവാള, 2 സവാള ചെറുതാക്കി മുറിച്ചതാണ്. ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർക്കാം. പച്ചമുളക് ഒരു 5, 4, 5, 6 ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർക്കാം. ഇനി നമുക്ക് കുറച്ച് ഇഞ്ചി ചെറുതാക്കി മുറിച്ചതുണ്ട്, കറിവേപ്പില ചെറുതാക്കി മുറിച്ചതുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പ്, രണ്ട് പൊട്ടറ്റോ പുഴുങ്ങി തൊലിയെല്ലാം കളഞ്ഞ് പൊടിച്ചെടുത്തത്. അത് 250 ഗ്രാം ചിക്കൻ, കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം കുറേശ്ശെ ചേർത്ത് വേവിച്ചതാണ്. എന്നിട്ട് എല്ലെല്ലാം മാറ്റിയിട്ട് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തു, ജസ്റ്റ് ഒന്ന് മിൻസ് ചെയ്ത് എടുത്തു. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി കട്ട്ലറ്റ് ഉണ്ടാക്കുമ്പോൾ ആർക്കെങ്കിലും ശരിയാവണില്ല എന്നുണ്ടെങ്കിൽ ഈ മെത്തേഡിൽ ചെയ്താൽ മതി കേട്ടോ. കറക്റ്റ് റെസിപ്പിയാണത്. ഇനി ഇതൊന്ന് ചൂടാറണം, എന്നിട്ട് വേണം നമുക്കതിൽ സ്റ്റഫ് ചെയ്യാൻ. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. കുഴച്ച മാവ് നല്ല സോഫ്റ്റായിട്ടുണ്ട്. കുറച്ച് മൈദ തൂവുക, നല്ല വലുതാക്കി പരത്തി നമ്മൾ മിക്സ് ചെയ്ത ചൂടൊക്കെ ആറിയിട്ടുണ്ട്. അപ്പോൾ ഇത് മുഴുവൻ വേണ്ട കേട്ടോ, അത് കുറേ ഉണ്ടേ. ഇതിൽ കിഴങ്ങ് ആദ്യം കട്ടയില്ലാതെ ഉണ്ടാവണം, കട്ട ഉണ്ടാവരുതേ.
കൈകൊണ്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇവിടുന്ന് എല്ലാം ചുറ്റും ചെറുതാക്കി ഇങ്ങനെ ചുരുട്ടി ചുരുട്ടിയെടുക്കില്ലേ, അതേപോലെ ഇങ്ങനെ ചുരുട്ടിയെടുക്കുക. ഒരു മൈദ കുറച്ച് വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത പേസ്റ്റ് ഉണ്ടാക്കിയതാണ്. ആ പേസ്റ്റ് അറ്റത്ത് നമുക്ക് കുറേശ്ശെ സ്പ്രെഡ് ചെയ്യാം. നമുക്കത് കട്ട് ചെയ്യാം. രണ്ടറ്റം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്തോളൂ. ഇനി നമ്മൾ ഓരോന്നെടുത്തിട്ട് ഒന്ന് ജസ്റ്റ് കയ്യിൽ വെച്ചിട്ട് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മൾ കുറേ റോൾസ് ഉണ്ടാക്കി. എപ്പോഴും ശ്രദ്ധിക്കുക, കട്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഒന്നിങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കണം. കട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ മൈദയൊക്കെ അല്ലേ, അപ്പോൾ അതൊന്ന് ഷേപ്പ്ലെസ് ആയിട്ടുണ്ടാകും. അപ്പോൾ നമ്മളൊന്ന് ഇങ്ങനെ ഒരു ഇവിടെയുണ്ട്. പിന്നെ അപ്പോൾ നമുക്കിതിനി ഫ്രൈ ചെയ്യാം. ചൂടായ എണ്ണയിലേക്കിടാം. ഇതിൻ്റെ ഇടയിൽ നിന്ന് ഇങ്ങനെ ഉള്ളത് വിട്ട് വരുന്നുണ്ട്. ഈ മസാല നമ്മൾ സ്റ്റഫ് ചെയ്തത് നിന്ന് വിട്ട് വരുന്നുണ്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒരു മുട്ട ബീറ്റ് ചെയ്തിട്ട് അതിൽ ഡിപ്പ് ചെയ്തിട്ട് ഇട്ട് ഫ്രൈ ചെയ്യാം. അല്ലെങ്കിൽ കുറച്ച് മൈദ നല്ല ലൂസായിട്ട് ഒന്ന് എന്താ പറയുക, കുറച്ച് വെള്ളം ചേർത്തിട്ട് കലക്കിയിട്ട് അതിലിട്ടിട്ട് വേണമെങ്കിൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ചെറിയൊരു കോട്ടിങ് കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഞാൻ ഇപ്പം അങ്ങനെ ചെയ്യണില്ല കേട്ടോ, ചെയ്യാതെ തന്നെ നല്ല വൃത്തിയായിട്ട് കിട്ടും. ഇതുപോലെ ഫ്രൈ ചെയ്ത് എടുക്കാം. ഓൺലൈൻ വീഡിയോ ഇൻട്രാക്റ്റീവ് ക്ലാസ് നടക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. എല്ലാ ടൈപ്സ് ഓഫ് ക്ലാസ്സസും നടക്കുന്നുണ്ട്. ചോക്ലേറ്റ്സ്, ബിസ്ക്കറ്റ്സ്, കുക്കീസ്, കപ്പ് കേക്ക്സ്, പ്ലം കേക്ക്, അങ്ങനെ എല്ലാ ടൈപ്സ് ഓഫ് ക്ലാസ്സസും നടക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യും. ഇപ്പോൾ വീഡിയോ കണ്ടല്ലേ, വീഡിയോ ഇഷ്ടമായില്ലേ, ഈസി അല്ലേ, നല്ല കാണാനൊരു വെറൈറ്റി ആയിട്ടുള്ള സ്നാക്കല്ലേ, അപ്പോൾ ട്രൈ ചെയ്യും.